ഭൂതങ്ങളുടെ പ്രശ്നങ്ങളായാലും കൊള്ളാം, രോഗത്തിന്റെ പ്രശ്നമായാലും കൊള്ളാം, ഇതിനകത്ത് പാപത്തിൽ നിന്നുള്ള വിടുതലായാലും കൊള്ളാം, കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയും. ഏതു മേഖലകളിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവാണ്. എല്ലാവരും ഒന്ന് പറയാമോ? വാഗ്ദത്തത്തെ തടയാൻ പിശാചിന് കഴിയുകയില്ല. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികൾ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഈ പദ്ധതികളെ ഇല്ലാതാക്കി കളയാൻ പിശാച് ശ്രമിച്ചാൽ നമ്മുടെ കർത്താവ് അതിൽ നിന്ന് വിടുവിക്കും. ഞാൻ വേഗത്തിലൊരു ഭാഗം നിങ്ങളിലേക്ക് ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ചിന്തിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ആ ഒരു ഭാഗത്തേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം, ഒരു ദൈവഭൃത്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതായിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് കർത്താവ് ചെയ്ത പ്രവൃത്തി ഒന്ന് ഇന്ന് പകൽ ചിന്തിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 1 മുതൽ താഴോട്ട് നമുക്ക് വായിക്കാം വേഗത്തിൽ. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ടുവന്നു. നിർത്തണം. യോഹന്നാന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ വാൾ കൊണ്ട് അവരെന്ത് ചെയ്തു? കൊന്നു. നമുക്കത് കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 12:1. ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ആരെ പീഡിപ്പിക്കേണ്ടതിന്? സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ അവരെന്ത് ചെയ്തു? വാൾ കൊണ്ട് കൊന്നു. കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അടുത്തത്, അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പം യാക്കോബിനെ കൊന്നപ്പോൾ യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടിട്ട് പത്രോസിനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. ആ സമയത്ത് അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകർ ഉള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. 16 കാവൽക്കാരുള്ള കൂട്ടം ഇട്ടിട്ട് കാവൽക്കാരെ കാവൽ നിർത്താൻ ഏർപ്പാടാക്കി. യാക്കോബിനെ കൊന്നു, യഹൂദന്മാർക്ക് പ്രസാദമായി. അതുകൊണ്ട് പത്രോസിനെയും കൊല്ലാം എന്നുള്ള പദ്ധതിയായിരുന്നു. പക്ഷേ പെസഹ കഴിയട്ടെ എന്ന് കരുതി ഇവർ വെയിറ്റ് ചെയ്യുവാണ്. 16 പേര് കാവൽ നിൽക്കുന്നുണ്ട്. പത്രോസിനെ പുറത്ത് കൊണ്ടുവരാതിരിക്കാൻ കാവൽ നിൽക്കുകയാണ്. ഞാനിവിടെ ഒരു ദൂത് പറയാം. പ്രാർത്ഥിക്കുന്നവനെ, ഒരു ദൈവ പൈതലിനെ എത്ര അടച്ചിടാൻ ശ്രമിച്ചാലും, സ്തോത്രം, എത്ര സുരക്ഷിതമായിട്ട് ശത്രു പദ്ധതി ഒരുക്കിയിട്ട് അടച്ചിടാൻ ശ്രമിച്ചാലും പിശാചേ നിന്റെ പരിപാടി നടക്കത്തില്ല. ഇത് മാനുഷികപരമായ ഇടപെടലുകളായിരിക്കുകയില്ല. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഇടപെടൽ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും. രക്ഷകൻ രക്ഷിക്കാൻ പദ്ധതിയിട്ടാൽ പൈശാചിക ശക്തികൾ ഒന്നടങ്കം അതിനെ തടയാൻ ശ്രമിച്ചാലും, പത്രോസേ നീ കിടക്കുന്നത് കാരാഗൃഹത്തിനകത്താണെങ്കിൽ ദൈവത്തിന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പദ്ധതി ഉണ്ടെങ്കിൽ 16 പേരല്ല, 16,000 അല്ല, 16 കോടി കാവൽ നിൽക്കേണ്ടി വന്നാലും അതിനകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും.